നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് മാത്രമല്ല നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അപ്പോൾ റവയും തേങ്ങയും കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. റവയും തേങ്ങയൊക്കെ നമ്മുടെ വീട്ടിലെല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ളവർക്ക് വേണമെങ്കിൽ 10 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് റവയാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് വറുക്കാത്ത റവയാണ്. ഇനിയിപ്പോൾ വറുത്ത റവയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 2 കപ്പ് റവയിലോട്ട് 3 കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ റവയിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് കൈകൊണ്ട് തൊടാൻ പറ്റുന്നൊരു ചൂടായിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കൂലേ, ആ ഒരു പരുവത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ നല്ല പോലെ ഇവിടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് തേങ്ങ ചിരവിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഈ റവ മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ആദ്യം ഒരു ബോൾസിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക. അത്യാവശ്യം നല്ലൊരു മീഡിയം വലിപ്പത്തിലുള്ള ബോൾസ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ തേങ്ങയും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിനെ ഈ തേങ്ങയൊന്ന് കവർ ചെയ്തിട്ട് ഇതൊരു ബോൾസിൻ്റെ ഷേപ്പിലാക്കിയെടുക്കണം. അപ്പോൾ നമ്മളിത് ആദ്യം നല്ല പോലെ ഒന്ന് കവർ ചെയ്തിട്ട് വീണ്ടും ഒരു ബോൾസിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ബോൾസിൻ്റെ ഷേപ്പിലാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇത് കൈകൊണ്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. സ്ക്രാച്ചൊന്നും ഇല്ലാതെ വേണം കേട്ടോ നമ്മൾ പരത്തിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി എല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഞാനിവിടെ നല്ല പോലെ തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടിട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യുക. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. റവയൊക്കെ ആൾറെഡി കുക്കായതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറമേ മാത്രം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഒരു വശം ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള റവ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വേണം കമൻറ്റ് ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് സ്പാമിൽ പോവും. അപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നാലേ നമ്മുടെ ഗിവ് അവേയിൽ ആ കമൻറ്റ് സ്വീകരിക്കപ്പെടുള്ളൂ. അപ്പോൾ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടാണ് പുറമേ ഈ സ്നാക്ക് ഇരിക്കുന്നത്. എന്നാൽ അകത്ത് നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്